5 പേരുകൾ പറഞ്ഞിട്ട് സ്വർഗം പറയുക, ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നവരെ, ഞങ്ങളവരെ സല്യൂട്ട് ചെയ്യുന്നു. നമ്മളെ നോക്കിയിട്ട് തലയ്ക്ക് കൈവയ്ക്കും സ്വർഗം. ഇവനെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പം കാണിക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തലയ്ക്ക് കൈവച്ചിരിക്കും സ്വർഗം. പക്ഷേ ഈ 35 പേരെയും എന്ത് ചെയ്യുക? സ്വർഗം സല്യൂട്ട് ചെയ്യുക. സകല ദൂതന്മാരും സല്യൂട്ട് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ന പദവിയാണെന്ന്. ദൈവമക്കളെ സ്തോത്രം. ഈ 35 പേരും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സകല ദൂതന്മാരും എഴുന്നേറ്റ് നിന്നിട്ട് ഇവരെ സല്യൂട്ട് ചെയ്യും. എന്ന പദവിയാ. ഈ ലോകത്തിൽ ആരും അവരെ സല്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. എന്താ കാരണം? ഞാൻ ചില കാര്യങ്ങളോടെ വായിക്കാം. കുറച്ച് കാര്യങ്ങളെ വായിക്കുന്നുള്ളൂ. നിങ്ങൾ 16 പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവരിൽ ഒരാളെ പോലെ ആവണം. ഹലോ. 1, കൂട്ടുവേലക്കാരൻ. പാസ്റ്ററോട് കൂടെ സുവിശേഷ, അല്ലെങ്കിൽ ഹൗസ് ചർച്ച് പാസ്റ്ററേയും കൂട്ടി, ഒറ്റയ്ക്കല്ല, കൂട്ടുവേലക്കാരൻ. കർത്താവ് അയച്ചത് 2 പേരെയാണ്. നീ ആ ഒറ്റയന്മാരായിട്ടാണ് പോണേ. ഭാര്യയെ കൊണ്ടുപോകത്തില്ല. ഒറ്റയന്മാരെ വീട്ടിൽ കയറ്റരുത്. അത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദോഷമാണ്. സത്യം പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒറ്റയാൻ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദോഷമാണ്. അല്ലെ ഒരു സഹോദരനുമായിട്ട് വരണം. മനസ്സിലായല്ലോ? അവൻ ക്രമം നടക്കുന്ന ആളാണ്. എത്ര വലിയ പുള്ളിയാണ് ഇത്. ഇന്നലെ ലോകം മറിക്കുന്ന പ്രവചനം പറഞ്ഞാലും ഇന്ന് ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ വീട്ടിൽ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ 1, കൂട്ടുവേലക്കാർ. 2, ക്രിസ്തുവിലുള്ളവർ. 3, ക്രിസ്തുവിൽ സമ്മതൻ. 4, കർത്താവ് തെരഞ്ഞെടുത്തവൻ. 5, സഹോദരൻ, ഭവനക്കാർ, വിശുദ്ധൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവക്കാർ, പ്രിയൻ, കർത്താവിൽ അധ്വാനിക്കുന്നവൻ, കർത്താവിൽ പ്രസിദ്ധൻ, അതിഥി സൽക്കാരം ചെയ്യുന്നവൻ, സഹായം ചെയ്യുന്നവൻ, പ്രാണനെ പോലും വെച്ചു കൊടുത്തവൻ. അക്വിലാവും പ്രിസ്കിലയും.